ചെങ്കടലിന് മീതെ പറന്ന അമേരിക്കയുടെ ആധുനിക യുദ്ധവിമാനമായ FA-18 ഹൂതികളാണ് വെടിവെച്ചിട്ടത് എന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അബദ്ധത്തിൽ തങ്ങളുടെ വിമാനം വെടിവെച്ചിട്ടതാണ് എന്ന അമേരിക്കൻ വാദത്തിന് തൊട്ടു പിന്നാലെയാണ് സംഭവം നടന്നത് എങ്ങനെയാണെന്ന് വ്യക്തമാക്കി ഹൂതികൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതോടെ അമേരിക്കയുടെ വാദമാണ് പൊളിയുന്നത്. അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ USS ഹാരി എസ് ട്രൂമാൻ വിമാനവാഹിനി കപ്പലിനെ ആക്രമിക്കുന്നതിനിടെയാണ് അമേരിക്കൻ യുദ്ധവിമാനം വെടിവെച്ചിട്ടത് എന്നാണ് ഹൂതികൾ പറയുന്നത്. 8 ക്രൂയിസ് മിസൈലുകളും 17 ഡ്രോണുകളും ഉപയോഗിച്ചാണ് അമേരിക്കൻ കപ്പലുകളിൽ ആക്രമണം നടത്തിയതെന്നും ഹൂതി വക്താവ് യഹ്യാ സാരിയ വെളിപ്പെടുത്തിയിട്ടുണ്ട്. USS ഹാരി എസ് ട്രൂമാൻ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിനെയും അതിന്റെ അകമ്പടിയോടെയുള്ള നിരവധി ഡിസ്ട്രോയറുകളെയും ആക്രമിച്ചതിലൂടെ യമനെ ലക്ഷ്യമിട്ടുള്ള അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ആക്രമണങ്ങൾ തടയാൻ തങ്ങളുടെ സായുധ സേനയ്ക്ക് കഴിഞ്ഞതായും ഹൂതി നിയന്ത്രണത്തിലുള്ള അൽ മസീറ ടെലിവിഷൻ ചാനൽ നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ യഹ്യാ സാരിയ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹൂതികളുടെ ആക്രമണത്തെ ചെറുക്കാൻ US ഡിസ്ട്രോയറുകൾ ശ്രമിക്കുന്നതിനിടെയാണ് F-18 വിമാനം തകർക്കപ്പെട്ടിരിക്കുന്നത് എന്നത് ഇപ്പോൾ ചില പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നാണക്കേട് മറച്ചുവെക്കാനാണ് അമേരിക്ക അബദ്ധത്തിൽ സ്വയം വെടിവെച്ചിട്ടത് എന്ന് പറയുന്നത് എന്നാണ് ഹൂതികൾ പറയുന്നത്. ശക്തമായ തിരിച്ചടി ലഭിച്ചതോടെ ചെങ്കടലിലെ അന്താരാഷ്ട്ര ജലത്തിൽ നങ്കൂരമിട്ടിരിക്കുന്ന വിമാനവാഹിനി കപ്പലിനെ പ്രതിരോധിക്കാനായി അമേരിക്കയുടെയും ബ്രിട്ടന്റെയും യുദ്ധവിമാനങ്ങൾ യമൻ വ്യോമാതിർത്തി വിടുകയും തുടർന്ന് വിമാനവാഹിനി കപ്പൽ വടക്കൻ ഭാഗത്തേക്ക് പിൻവാങ്ങുകയാണ് ഉണ്ടായത് എന്നുമാണ് അവർ പറയുന്നത്. അമേരിക്കൻ അവകാശവാദങ്ങളെ പൊളിച്ചെടുക്കുന്ന പ്രതികരണമാണ് ഔദ്യോഗികമായി തന്നെ ഹൂതി വക്താവ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. റഷ്യയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസി ഉൾപ്പെടെ ഈ വാർത്ത വലിയ പ്രാധാന്യത്തോടെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള യമൻ തലസ്ഥാനമായ സനയിൽ അമേരിക്കയും ബ്രിട്ടനും വ്യോമാക്രമണം നടത്തിയതാണ് അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലിനെയും യുദ്ധവിമാനങ്ങളെയും ലക്ഷ്യമിടാൻ ഹൂതികളെ പ്രേരിപ്പിച്ചിരുന്നത്. എന്നാൽ ഈ വിവരം മറച്ചുവെച്ച റിപ്പോർട്ടുകളാണ് അമേരിക്ക പുറത്തുവിട്ടിരിക്കുന്നത്. അമേരിക്കൻ സെൻട്രൽ കമാൻഡ് പറയുന്നതനുസരിച്ച് നഗരത്തിലെ ഹൂതി കമാൻഡ് സെന്ററുകളും മിസൈൽ ഡിപ്പോകളും അമേരിക്കൻ സൈന്യം ലക്ഷ്യമാക്കിയിരുന്നു. നിരവധി ഹൂതി ഡ്രോണുകളും കപ്പൽവേദ ക്രൂയിസ് മിസൈലുകളും വെടിവെച്ചിടുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് USS ഹാരി എസ് ട്രൂമാൻ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിന്റെ ഭാഗമായ ഗൈഡഡ് മിസൈൽ ക്രൂയിസർ USS ഗെറ്റിസ്ബർഗിൽ നിന്നും വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയരുകയായിരുന്ന FA-18 യുദ്ധവിമാനത്തിൽ അബദ്ധത്തിൽ വെടിയുതിർക്കുകയായിരുന്ന ഉണ്ടായതത്രേ. യുദ്ധവിമാനത്തിലുണ്ടായിരുന്ന 2 പൈലറ്റുമാരെയും മറ്റൊരാളെ നിസാര പരിക്കുകളോടെയും രക്ഷപ്പെടുത്തിയതായും സെൻട്രൽ കമാൻഡ് അറിയിച്ചിരുന്നെങ്കിലും വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറായിരുന്നില്ല. അതേസമയം അബദ്ധത്തിൽ വെടിവെച്ചിട്ടു എന്ന അമേരിക്കൻ വാദത്തിൽ യുദ്ധവിദഗ്ധരും സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള സാധ്യത വളരെ കുറവാണെന്നും ഹൂതികൾ പറയുന്നതാകും ശരിയെന്നുമാണ് ഇവർ കരുതുന്നത്. അമേരിക്കയുടെ ഒരു വിമാനവാഹിനി കപ്പൽ ആക്രമിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് അമേരിക്കയെ ആക്രമിക്കുന്നതിന് തുല്യമാണ്. നിരവധി ആധുനിക യുദ്ധവിമാനങ്ങൾ വഹിക്കുന്ന ഈ കപ്പലിന് ചുറ്റും വൻ സുരക്ഷാ വലയമാണുള്ളത്. ഇതെല്ലാം താണ്ടി യുദ്ധക്കപ്പലുകൾ അടുത്തുവരെ ഹൂതി ആക്രമണം എത്തിയെന്ന് പറഞ്ഞാൽ അത് അമേരിക്കയെ സംബന്ധിച്ച് വൻ വെല്ലുവിളി തന്നെയാണ്. ഇന്ന് യുദ്ധക്കപ്പലിന് മുകളിൽ വെച്ച് F-18 തകർത്തവർക്ക് നാളെ ഈ യുദ്ധക്കപ്പൽ തന്നെ കടലിൽ മുക്കാൻ കഴിയുമെന്നതും വ്യക്തമാണ്. അമേരിക്കയുടെ മറ്റൊരു വിമാനവാഹിനി കപ്പലായ എബ്രഹാം ലിങ്കൺ ഹൂതി ആക്രമണത്തിൽ നിന്നും കഷ്ടിച്ചാണ് അടുത്തിടെ രക്ഷപ്പെട്ടത്. വിമാനവാഹിനി കപ്പൽ USS എബ്രഹാം ലിങ്കണും ചെങ്കടലിൽ പ്രവർത്തിക്കുന്ന 2 ഡിസ്ട്രോയറുകൾക്കും നേരെ നവംബർ 12-നാണ് ആക്രമണം നടന്നത്. ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് USS എബ്രഹാം ലിങ്കണിനെ ലക്ഷ്യമിട്ടായിരുന്നു ആദ്യ ഓപ്പറേഷൻ നടന്നിരുന്നത്. രണ്ടാമത്തെ ആക്രമണം ചെങ്കടലിലെ 2 US ഡിസ്ട്രോയറുകളെ കേന്ദ്രീകരിച്ചായിരുന്നു. ഇതിനായി നിരവധി മിസൈലുകളും ഡ്രോണുകളുമാണ് ഹൂതികൾ ഉപയോഗിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.